ഒരു പട്ടണത്തിൽ ജീവിച്ചിരുന്ന ഈശ്വർ എന്ന ചെക്കന് ഏട്ടന്റെ മകളായ സുന്ദരി എന്ന കുട്ടിയായിരുന്നു ലോകം. മാതാപിതാക്കളെ പോലെ അവളെ നോക്കി വളർത്തിയ അവൻ അവളുടെ ഓരോ ചെറിയ കാര്യത്തിലും അതീവ കരുതലോടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം സുന്ദരിയുടെ സുഹൃത്തായ പൊന്നി പറഞ്ഞ ഒരു കഥ കേട്ട് അവർ രണ്ടുപേരും സ്കൂൾ കഴിഞ്ഞ് ഒരു കാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. പക്ഷേ അവസാന നിമിഷം സുന്ദരി പേടിച്ച് തിരിച്ച് ഈശ്വറിന്റെ അടുത്തേക്ക് പോകുന്നു. പൊന്നി മാത്രം ഒറ്റയ്ക്ക് പോകുന്നു. അതിനുശേഷം പൊന്നിയുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റങ്ങൾ കണ്ട് ഈശ്വർ അവളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ഒന്നും തുറന്നു പറയുന്നില്ല. ഒരു തെറ്റിദ്ധാരണയിലൂടെ പൊന്നിയെ ഉപദ്രവിച്ചത് ഈശ്വരനാണെന്ന ആരോപണം ഉയരുന്നു. ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ എല്ലാവരും അവനെ കുറ്റക്കാരനായി കാണുന്നു. അവനാകെ തകർന്നു പോകുന്നു. വിശ്വസ്തോടെ നിന്നവരും അവനെ സംശയിക്കുന്നു. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സത്യം പുറത്തു വരുന്നു. ഈശ്വർ നിരപരാധിയാണ്. പക്ഷെ അതുവരെ നഷ്ടപ്പെട്ട വിശ്വാസവും മാനവും തിരികെ നേടാൻ അവനാകുന്നില്ല. ഇതിനിടെ ഒരു ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങിയ സുന്ദരിയെ കാണാതാക്കുകയും പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ ആരംഭിക്കുന്നു. ചില സൂചനകൾ അവരെ ഒരു ക്രൂരമായ സീരിയൽ കുറ്റവാളിലേക്ക് നയിക്കുന്നു. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ദുരുപയോഗം ചെയ്യുന്ന ഒരാൾ. സുന്ദരി ഇപ്പോഴും ജീവനോടെന്ന് വിശ്വസിച്ച ഈശ്വർ ഓരോ സൂചനയും പിന്തുടർന്ന് അവളെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഒടുവിൽ കുറെ തിരച്ചിലിന് ശേഷം സുന്ദരിയെ കണ്ടെത്തുകയും അവളെ രക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷെ അവളുടെ മനസ്സാകെ തകർന്നിരിക്കുകയായിരുന്നു. അവൾക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ സമയത്ത് ഈശ്വര ജീവിതത്തിൽ തിരിച്ചെത്തുന്ന ശക്തി എന്ന പെൺകുട്ടി ഒരു സത്യം തുറന്നു പറയുന്നു. തന്റെ ജീവിതത്തിലും ഒരിക്കൽ ഇത്തരം ഒരു അനുഭവം സംഭവിച്ചിരുന്നു. പ്രതികാരം കൊണ്ടല്ല, പിന്തുണ കൊണ്ടാണ് ഒരാൾക്ക് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുക എന്ന അവളുടെ വാക്കുകൾ ഈശ്വരനെ മാറ്റുന്നു. അവൻ തന്റെ കോപം നിയന്ത്രിച്ച് സുന്ദരിക്ക് കരുത്തായി നിൽക്കാൻ തീരുമാനിക്കുന്നു. സമയം കടന്നു പോകുമ്പോൾ സ്നേഹവും പിന്തുണയും കൊണ്ട് സുന്ദരി വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. അവസാനം അവളെ ഉപദ്രവിച്ച യഥാർത്ഥ കുറ്റവാളിക്ക് അവൻ അവന്റെ ശിക്ഷ നടപ്പിലാക്കുന്നു. ആരും അറിയാതെ നിശബ്ദമായി.